പൗലോസ് പറയും, എന്തെന്നാൽ ജഡമോഹങ്ങളെല്ലാം ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ഇവ, അതായത് ആത്മാവിന്റെ അഭിലാഷങ്ങളും ജഡത്തിന്റെ ആഗ്രഹങ്ങളും പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. പലരും പറയാൻ അച്ഛാ ആഗ്രഹമുണ്ട് അച്ഛാ, പക്ഷെ പറ്റണില്ല. നിരന്തരമായിട്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അനേകരെ നമ്മൾ ഈ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആഗ്രഹമുണ്ട്, പറ്റണില്ല. കോപിക്കരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ കോപിച്ചു പോവുക. ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. വിട്ടുകൊടുക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ പറ്റണില്ല. എളിമപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റണില്ല. ചില പാപങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചില ബന്ധങ്ങൾ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊന്നും പറ്റണില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. ഈ ആഗ്രഹം വന്നതിന് കാരണം അവനിൽ ആത്മാവുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവനിൽ ആത്മാവുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവുള്ളത് കൊണ്ട്, ദൈവസ്നേഹത്തിന് ചേരാത്ത വിഷയങ്ങൾ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ആത്മാവ് ഒരു പ്രേരണ കൊടുക്കും അതിനുപേക്ഷിക്കാൻ. അത് ആത്മാവ് കൊടുക്കുന്നത്. പക്ഷെ അപ്പൊ ജഡം എന്ത് ചെയ്യും? ജഡം അതിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജഡത്തിന്റെ ആഗ്രഹങ്ങൾ ആത്മാവിന്റെ ഇഷ്ടത്തെക്കാളും ഇംഗിതത്തിലേക്കാളും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഈ ആത്മാവിന്റെ ആഗ്രഹങ്ങളെ ജഡം തകർത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയും, ഇവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഇനി പറയാണ് 18-ാമത്തെ വചനം, ഗലാത്തി 5:18. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ആത്മാവ് നയിക്കുന്നെങ്കിൽ നിയമത്തിന് കീഴിലല്ല. നിയമം, മോശയിലൂടെ നൽകപ്പെട്ട നിയമം അതാണ്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അല്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ? ഒന്നും അരുതരുതൊക്കെ പറഞ്ഞു. നമ്മൾ നിയമത്തിന് കീഴിലല്ല എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? നമ്മൾ ആത്മാവിൽ വ്യാപരിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമായ സ്നേഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നിയമത്തിന്റെ ആവശ്യമില്ല. പിള്ളേരോട് നിങ്ങൾ പറയണം അത് ചെയ്യരുത് കേട്ടോ, ഫോൺ എടുക്കരുത്, ഫോൺ എടുത്ത് വെക്കണം, പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞ് എടുക്കരുത്, തുടരുത് എന്നൊക്കെ പറയും നമ്മൾ. കുറെ നിയമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അപ്പനോടും അമ്മയോടും സ്നേഹമുള്ള ഒരു കുഞ്ഞിന് ഒരു നിയമത്തിൻ്റെയും ആവശ്യമില്ല. അവൻ അറിയാം, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ അപ്പനെ വേദനിപ്പിക്കും, എൻ്റെ അമ്മയെ വേദനിപ്പിക്കും, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയാൻ അവൻ അറിയാം. അവന് നിയമത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. കാരണം അവന് സ്നേഹം ചലിക്കുന്നേ. സ്നേഹം ചലിക്കുന്നിടത്ത്, പരിശുദ്ധാത്മാവ് ചലിക്കുന്നിടത്ത് നിയമത്തിന്റെ ആവശ്യമില്ല. ഞാന് കാരിസ്മാനിൽ ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കാരിസ്മാനിൽ നിന്നൊരു കുറച്ച് അങ്ങോട്ട് ദൂരമായിട്ടൊരു പങ്കുവെച്ച് അവൾക്ക് എന്തോ കോളേജിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, യൂത്ത് ഫെസ്റ്റിവൽ പോലത്തെ പരിപാടിയുണ്ട്. അപ്പോൾ അവൾക്ക് അതിനകത്ത് എന്തോ പ്രോഗ്രാമുണ്ട്. അപ്പം അങ്ങനെ അവൾ ഇത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്ന സമയത്ത് കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ അവർ പറയും. അച്ഛാ ഇങ്ങനെ കൂട്ടുകാരികൾക്കൊക്കെ ഇന്നത്തെ കലോത്സവം ഈ ഉച്ചയ്ക്കൊക്കെ പരിപാടി രാവിലെ തുടങ്ങും, വൈകിട്ട് വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ കോളേജിനെ പ്രതിനിധീകരിച്ച് ഇവർ പോകുന്നുണ്ട്. പറഞ്ഞു അച്ഛാ എൻ്റെ കൂടെ 2-3 കൂട്ടുകാരികളുണ്ട്, കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ കലോത്സവം നടക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ 2-3 കൂട്ടുകാരികളുണ്ട്. കൂട്ടുകാരികൾ എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ രാവിലത്തെ ആൾ ഇവളുടെ പരിപാടി ആദ്യം തന്നെയാണ്, എന്തോ രാവിലത്തെ 9-10 മണി ആദ്യത്തെ സെഷനിലാണ് ഇവളുടെ പരിപാടി നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മുഴുവൻ ഫ്രീയാണ്, പക്ഷെ വൈകുന്നേരം വരെ നിൽക്കണം, എന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂട്ടുകാരികൾ ചോദിച്ചു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കിത് കഴിയുമ്പോൾ കറങ്ങാൻ പോവാം. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല. അവരുടെ അടുത്ത് ഞാൻ വരുന്നില്ല പറഞ്ഞു. നീ വേറെ ഒന്നും ചെയ്യണ്ട. ഈ കൂട്ടുകാർ പറഞ്ഞു കൊടുത്താണ്, നീ വേറെ ഒന്നും ചെയ്യണ്ട. അവർ 3 പേര് വേറെ ഉണ്ട്. ഈ 11 മണിയാവുമ്പോഴേ അല്ലെങ്കിൽ 10 ആവുമ്പോഴേ 3 പേര് ബൈക്കിന് വരും. ഞങ്ങൾ അവരുടെ കൂടെ അങ്ങോട്ട് പോകും. നിനക്ക് ആരും ഇല്ലെന്നറിയാം, ഒരാളെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം, നീ ചുമ്മാ ബൈക്കിന്റെ പുറകിൽ ഇരുന്നാൽ മതി. കൊടുത്ത ഉപദേശം. ഈ പെങ്കൊച്ചിനടുത്ത് തലേന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ പെങ്കൊച്ചു പറഞ്ഞില്ല, ഞാനില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, ഞാൻ വരികയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് പോകുന്നതിന് എന്നാണ് കുഴപ്പം? നിനക്ക് പോകുന്നതിന് എന്നാ കുഴപ്പം? കോളേജിൽ നിന്ന് ഒന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നല്ലേ പറഞ്ഞേ. അപ്പൊ ആലപ്പുഴ ബീച്ചിൽ അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ പെങ്കൊച്ചു എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഡച്ചാ ഞാൻ അവിടെ നിന്ന് പോയാൽ ആരും അറിയാല. അവർ തന്നെ ഒരു പയ്യനെ ബൈക്കിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതായത് വേറെ ഇവർക്ക് എല്ലാവർക്കും വേറെ സെറ്റപ്പ് കൊണ്ട് ഇവൾക്ക് മാത്രം സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഒരു സെറ്റപ്പ് അവർ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഈ നമ്മൾ ഈ സെറ്റപ്പ് ബോക്സ് ഒക്കെ മേടിച്ച് വയ്ക്കുന്ന പോലെ അവർ പറഞ്ഞു ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് തന്നേക്കാം, നീ വെറുതെ വന്നാൽ മതി.
ഈ പെങ്കൊച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് പോയാൽ ആരും അറിയാല, എനിക്ക് പോകാം, തിരിച്ച് സമയത്തിന് മുമ്പ് വരൂ എന്നാ പറഞ്ഞത്. ഇതെല്ലാം ശരിയാണ്, പക്ഷേ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പറ്റിയല്ല അച്ഛാ. ഒറ്റ കാര്യം അവള് പറഞ്ഞോളൂ, അവരത്രയും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് എന്നോട് അത്രയും സ്നേഹമുണ്ട്, അതുകൊണ്ട് അവരറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഈ പെങ്കൊച്ച് പറഞ്ഞ ഒരു കാരണമില്ല. അവൾ പെങ്കൊച്ച് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം, അവരെത്രമാത്രം കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നതെന്നും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്കിതിന് താല്പര്യമില്ല, നിങ്ങൾ പൊക്കോ വന്നോ. എനിക്ക് ആ സന്തോഷം വേണ്ട അച്ഛാ. ഒരു നിയമവും കൊടുത്തിട്ടില്ല, അപ്പനും അമ്മയും ഒരു നിയമവും പറഞ്ഞിട്ടില്ല. ആ നിയമം ഉണ്ടെങ്കിൽ പോലും അത് ആ നിയമത്തിനും അപ്പുറമായിട്ട് ഈ പെങ്കൊച്ചിന് പോകാം. പക്ഷെ ഈ പെങ്കൊച്ച് പറയുന്നതാണ്, അപ്പൻ്റെ അമ്മയുടെയും സ്നേഹം അച്ഛാ എനിക്കറിയാം, അതുകൊണ്ട് അവരുടെ സ്നേഹത്തെ മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മാത്രമാണ് ഈ പെങ്കൊച്ച് പറഞ്ഞത്. അതുകൊണ്ട് സ്നേഹമുള്ളിടത്ത്, പരിശുദ്ധാത്മാവുള്ളിടത്ത് നിയമത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ നിയമത്തിന്റെ ആവശ്യമില്ല. സ്നേഹമാണ് എല്ലാറ്റിന്റെയും ഉന്നതമായ നിയമം. അതുകൊണ്ടാണല്ലോ 10 കൽപ്പനകൾ ഈശോ 2 കൽപ്പനകളിൽ സംഗ്രഹിച്ചു. ഒറ്റ വാക്കിൽ സംഗ്രഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. എല്ലാ നിയമങ്ങളും എല്ലാ കൽപ്പനകളും കർത്താവ് ഒരൊറ്റ നിയമത്തിൽ സംഗ്രഹിച്ചു. ദൈവ സ്നേഹം, സഹോദര സ്നേഹം, രണ്ടിടത്തും സ്നേഹമുണ്ട്. എല്ലാ നിയമങ്ങളെയും അതിലംഘിക്കുന്ന, അതിജീവിക്കുന്ന നിയമം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ നിയമമാണ്. ഇത് സാധ്യമാകുന്നത് ഒരുവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. ഒരുവനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തന നിരതമായിരിക്കുമ്പോൾ മാത്രമാണ് അവന് ദൈവത്തോട് അതുപോലെ സ്നേഹമുണ്ടാകുന്ന, സഹോദരങ്ങളോട് അതുപോലെ ഒരു സ്നേഹത്തിൽ വ്യാപരിക്കാൻ പറ്റുള്ളൂ. ജഡത്തിന്റെ അഭിലാഷങ്ങളാണ്, ലോകമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ, തിന്മയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല, എളിമപ്പെടാൻ പറ്റില്ല, വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ചെറിയ കാര്യങ്ങളുടെ മീതെ വല്ലാത്ത പ്രശ്നങ്ങളും വല്ലാത്ത പ്രതിസന്ധികളും അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ ഉണ്ടാകും. കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഹല്ലേലൂയ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന്. ഇവിടെ നിയമത്തിന്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പിന്നെ നിയമത്തിന്റെ ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവവചനത്തിനെതിരെ പോകില്ല. അതുകൊണ്ടാണ് അവിടെ നിയമത്തിന്റെ ആവശ്യമില്ലാത്തത്. അല്ലെങ്കിൽ ചോദിക്കുക, അതെന്താണ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിയമം പാലിക്കേണ്ടേ എന്നുള്ള അർത്ഥത്തിലല്ല. പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ ഒരിക്കലും പരിശുദ്ധാത്മാവ് വചനത്തിനെതിരെ പോകില്ല. കാരണം വചനം ആത്മാവും ജീവനുമാണ്. ഈ വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. ഇതേ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ വചനത്തിനെതിരെ ഞാൻ പോകില്ല. ഹല്ലേലൂയ. കാരണം ഞാൻ നിയന്ത്രിക്കപ്പെടുന്നത്, നയിക്കപ്പെടുന്നത് ജഡത്താലല്ല, പിശാചിനാലല്ല, ലോകത്തിന്റെ അരൂപിയാലല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാലാണ്. ഇനി ശ്രദ്ധിക്കുക, ആത്മാവിന്റെ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് വായിച്ചു വിടാം. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. 5-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങൾ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതൊക്കെയാണ് ആത്മാവിന്റെ സ്വരത്തെ ഹനിച്ചു കളയും, തകർത്ത് കളയുന്നത്. നമുക്ക് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റണില്ല? നമ്മുടെ കാതുകൾ എന്തുകൊണ്ട് പിന്നിൽ നിന്നും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റണില്ല? അതിന് കാരണം ഈ ജഡത്തിന്റെ ഏതെങ്കിലും വ്യാപാരങ്ങൾ നമ്മുടെ മേൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ എത്ര പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും, അവൻ എത്ര ദൈവത്തെ വിളിക്കുന്നവനാണെങ്കിലും, അവൻ എത്ര മുട്ടുകുത്തുന്നവനാണെങ്കിലും, അവൻ എത്ര ദശാംശം കൊടുക്കുന്നവനാണെങ്കിലും, എത്ര തിരുനാളാഘോഷത്തിൽ പങ്കെടുത്തതാണെങ്കിലും, എത്ര കണ്ട് കൺവെൻഷനുകളിൽ പോകുന്നവനാണെങ്കിലും, അവന് ദൈവസ്വരം കേൾക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. ഹല്ലേലൂയ. റോമാകർക്കെഴുതിയ ലേഖനം 8:9 വചനം കൂട്ടിച്ചേർക്കുന്നതാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ക്രിസ്തുവിനുള്ളവരായിട്ടില്ലല്ലോ. എല്ലാം ഉണ്ട്, പക്ഷെ ക്രിസ്തുവിനുള്ളവരാകുന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവിൽ രൂപപ്പെടുക എന്നുള്ള, ആത്മാവിന്റെ പ്രചോദനങ്ങളെ, പ്രേരണകളെ ആത്മാവിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനുള്ളവരായിട്ട് മാറുക. അതുപോലെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമേരട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തേക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. മനസ്സിലായെന്ന് ചോദിച്ചേ. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാവരും ക്രിസ്ത്യാനി, ഞാൻ നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ ക്രിസ്തുവിനുള്ളവരല്ല. ചില സമയത്ത് നമ്മൾ
ക്രിസ്തുവിനുള്ളവരല്ലെന്ന് മാത്രമല്ല, ചില സമയത്ത് നമ്മൾ പിശാചിനുള്ളവരായിട്ട് മാറും. ക്രിസ്തുവിനുള്ളവരെന്നുള്ളത് പോട്ടെ, ചിലവര് പിശാചിനുള്ളവരായിട്ട് ചില സമയത്ത് മാറാറുണ്ട്. ചിലരുടെയൊക്കെ സംസാരവും പ്രവൃത്തിയൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കരിസ്മയിൽ ഇങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ കൗൺസിലിങ്ങിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുവരും ചിലവരൊക്കെ. ഞാൻ ഓർക്കുകയാണ്, ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നത്, അവളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയേക്കാണ്. അവൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾക്ക് 17 വയസ്സ് പ്രായമുള്ളൂ, വിവാഹപ്രായം ആയിട്ടില്ല, 17 വയസ്സ് പ്രായമുള്ളൂ. 17 വയസ്സ് പ്രായമുള്ള ഈ പെങ്കൊച്ചിന് അവള് ബസ്സിൽ യാത്ര ചെയ്താണ് സ്കൂളിൽ പോകുന്നത്. +2 പഠിക്കുന്ന പെങ്കൊച്ചാണ് പോകുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനെ കല്യാണം കഴിക്കണം, ഒരേ നിർബന്ധം, വേറെ നിർബന്ധമൊന്നുമില്ല. ഈ പെങ്കൊച്ചിന് ഇപ്പോൾ ഒറ്റ നിർബന്ധമേ ഉള്ളൂ, 17 വയസ്സുള്ളൂ. ആ ചേട്ടന് 34 വയസ്സുണ്ട്, കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുള്ളതാണ്. പക്ഷേ ഈ പെങ്കൊച്ചിന് ആ പുള്ളിനെ വിവാഹം കഴിക്കണം, ഒരേ നിർബന്ധം. ഈ അമ്മയും മകളും കൂടി വന്നിരിക്കുക, അപ്പം പുറത്തു ഇരിക്കുക. എന്നാ ചെയ്യാൻ പറ്റിയ സാധനത്തെ? ഇങ്ങനെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്ന അപ്പനും അമ്മ എന്നാ ചെയ്യും? 17 വയസ്സ് പ്രായമുള്ളൂ, 18 വയസ്സ് പ്രായം പോലെ ആയിട്ടില്ല. 17 വയസ്സ് പ്രായം ഈ പെങ്കൊച്ചിനുള്ളൂ. പഠിക്കാൻ വിട്ട പെങ്കൊച്ച്. പഠിക്കേണ്ട സമയത്ത് അവള് ഡെയിലി റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന ബസ്സിലെ ആ ഡ്രൈവറെ വല്ലാത്ത ഇഷ്ടം. ഡ്രൈവറിന് ഇഷ്ടക്കുറവൊന്നുമില്ല. ഡ്രൈവറിന്റെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട്, എന്നാലും ഇഷ്ടക്കുറവൊന്നുമില്ല. പുള്ളി പറഞ്ഞു, ഞാൻ നോക്കിക്കോളാടി നിന്നെ എന്ന് പറയുകയും ചെയ്തു. അതുകൂടി കേട്ടോടി ഈ പെങ്കൊച്ചിന് വലിയ സ്നേഹമായി. എന്നിട്ട് ഇവൾക്ക് അവനെ കെട്ടണം. ഇവിടെ കൊണ്ടുവന്നേക്കും മാതാപിതാക്കൾ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയണ്ട. അച്ഛാ 17 വയസ്സായുള്ളൂ അച്ഛാ, ഇച്ചിരി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കച്ചാ, അവൻ കല്യാണം കഴിച്ചതാണ് അച്ഛാ, 2 പിള്ളേരുള്ളതാണ് അച്ഛാ, ഭാര്യ ഉള്ളതാണ് അച്ഛാ. ഈ അമ്മ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയും പൈശാചികമായിട്ട് ഈ പെങ്കൊച്ചിനെ തലയ്ക്കകത്ത് കിടക്കും. അത് അവൾക്ക് ഇപ്പം കെട്ടണം. അവൾ പറഞ്ഞു എനിക്കിപ്പോൾ കെട്ടണം. ഞാൻ പറഞ്ഞു, എടി നിനക്ക് ഇപ്പം കെട്ടണം എന്ന് പറഞ്ഞാൽ നീ ഇപ്പം പോയി കെട്ടാൻ പറഞ്ഞു. അവൾ പറഞ്ഞു എനിക്കിപ്പോൾ കെട്ടണം. ഞാൻ പറഞ്ഞു ഇപ്പം കെട്ടണം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കെട്ടാൻ പറ്റുന്നത് 17 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ, 18 വയസ്സെങ്കിലും തികയട്ടെ. ഇപ്പൊ ഇല്ല, 18 വയസ്സ് കഴിയുമ്പോൾ ഇവരിപ്പോ കെട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞ് 18 വയസ്സ് കഴിയുമ്പോൾ ഇവരെനിക്ക് കെട്ടിച്ചു തന്നില്ലല്ലോ. എന്തൊക്കെ വിവരക്കേടല്ല പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. നിങ്ങളെല്ലാവരും ആ പെങ്കൊച്ചിന്റെ കർണക്കുറ്റിക്കിട്ട് ഉറങ്ങും കൊടുത്തേനെ. എനിക്ക് കൈയൊക്കെ തരിച്ചു കയറി വന്നതാണ്. പിന്നെ ഇതിനെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നായതുകൊണ്ട് നമുക്കത് ചെയ്യാനില്ല. ഇതിന്റെ തലയ്ക്കകത്ത് കയറണ്ടേ? കല്യാണം കഴിച്ചൊരു ചേട്ടൻ, ഭാര്യ 2 പിള്ളേരുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഏതാനും മാസമായിട്ട് ബസ്സിൽ യാത്ര ചെയ്ത് ആ ചേട്ടനായിട്ട് ഇഷ്ടമായി. ആ ചേട്ടന് ഇഷ്ടക്കുറവൊന്നുമില്ല. എല്ലാ ദിവസം എന്തെങ്കിലുമൊക്കെ ഈ പുള്ളി കൊണ്ടുവന്ന് കൊടുക്കും, ചോക്ലേറ്റ് മിഠായിയൊക്കെ 10 പേര്. ഇവൾക്ക് അത് കിട്ടും. അതുകൊണ്ട് അവൾക്ക് വലിയ സന്തോഷമായി. അവൾ അതിൻ്റെ പേരിൽ ചേട്ടനോട് വല്ലാത്ത പ്രേമമായി. ഇവൾക്ക് വല്ലാത്ത പ്രേമം. ഡിപ്പ് അവളുടെ തലകത്ത് കയറിയിരിക്കുന്ന എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. അതിന് മാതാപിതാക്കളെടുത്ത് എന്ന് നീ കല്യാണം കഴിക്കുന്നു. മാതാപിതാക്കൾ നീ എന്ത് വിവരക്കേടാ പറയുന്നത്? അതിൻ്റെ പേരിൽ വീട്ടിൽ കാട്ടിക്കൂട്ടിയ പ്രകടനങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞു കേൾക്കണം. എൻ്റെ അച്ഛാ മേടിച്ച പുതിയ TV 10, 54, 60 ഇഞ്ചുള്ള TV, വലിയ TV ഒക്കെ മേടിച്ചു വെച്ചാൽ അതെല്ലാം തല്ലിപ്പൊട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന പാത്രവും പ്ലേറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് തകർത്ത് വാതിൽ കൊട്ടിയടക്കുന്ന അതിൻ്റെ ഡോറെല്ലാം അടിച്ച് തകർത്ത് അവൾ കൈകൊണ്ട് അവിടെ ഇവിടെ ഇടിച്ചിട്ട് അവളുടെ കൈയൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുക, ചോര ചതഞ്ഞതുപോലെ വീർത്തിരിക്കുക. പെങ്കൊച്ചിൻ്റെ മതിലേലിട്ടും അവിടെ ഇട്ട് ഇവിടെ ഇട്ടൊക്കെ ഇടിച്ചതായി പെങ്കൊച്ച്. ചില സമയത്ത് പരിശുദ്ധാത്മാവ് പോയിട്ട് മനുഷ്യാത്മാവ് പോയിട്ട് അതെങ്കിലും പ്രവർത്തിച്ചാൽ വെറുതെ മനുഷ്യാത്മാവ് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. നോർമലായിട്ട് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ പോലും സംഭവിക്കേണ്ട വിഷയങ്ങളല്ല. അതിനേക്കാൾ അപ്പുറമായ പൈശാചികതയുടെ ദുരാത്മാവ് ഇന്ന് പല ജീവിതങ്ങളിൽ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ഇത് ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഇവളിങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാനപ്പോൾ വളരെ സോഫ്റ്റായിട്ട് എനിക്ക് മനസ്സിലായി, നമ്മൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ ആർക്കും സ്വരം കൊടുക്കുകയില്ല, അവൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ വളരെ നമ്മുടെ ടെമ്പറും ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ആത്മാവിൻ്റെ സ്വരം കേട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മോളെ അച്ഛനാ പറയുന്നത്. ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ വിളിച്ച് അപ്പനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛനാ പറയുന്നത്, അപ്പനും അമ്മയുണ്ട്, നീ 18 വയസ്സ് കഴിയട്ടെ, എന്നിട്ട് നീ ഇങ്ങോട്ട് വാ, ഞാൻ കെട്ടിച്ചേരാടിയെന്ന് പറഞ്ഞു. ഈ സാധനത്തിന് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണ്ടേ? അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ പോലെ സമ്മതിക്കില്ല. കാരണം മാതാപിതാക്കൾ പറ്റിക്കുമെന്നാണ് ഇവൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനാണല്ലോ, ഞാൻ പറ്റിക്കുകയല്ലോ. അച്ഛൻ പറ്റിക്കുകയില്ലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. അതിന് മുമ്പ് അടുത്ത ആഴ്ച ഒരു ധ്യാനമുണ്ട്, ആ ധ്യാനത്തിൽ അച്ഛൻ പറയുന്ന നീ കേൾക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്തേക്കാണ്, നിന്നെ കെട്ടിച്ചേരുന്ന കാര്യം ഞാൻ ഏറ്റു, പക്ഷെ ഞാൻ പറയുന്ന നീ കേൾക്കണം. അപ്പോൾ പറഞ്ഞു കെട്ടിച്ചു തരുമോ? കെട്ടിച്ചേരാം, എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കാം, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, നീ അടുത്ത ആഴ്ച ഒരു ധ്യാനം തുടങ്ങുന്നുണ്ട്, ആ ധ്യാനത്തിന് വരാൻ പറഞ്ഞു. അപ്പോൾ എത്ര ദിവസമാണ്? ഞാൻ പറഞ്ഞു 5 ദിവസം. 5 ദിവസമോ? അയ്യോ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ 5 ദിവസം വന്നിരുന്നു, നിനക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം.
കല്യാണം കഴിക്കണമെങ്കിൽ 5 ദിവസം ധ്യാനം കൂടിയാലേ കല്യാണം കഴിപ്പിക്കുള്ളൂ. അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ട്. പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു നിയമമുണ്ട്, 5 ദിവസം ധ്യാനം കൂടിയാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ പെങ്കൊച്ച് ധ്യാനത്തിനൊക്കെ വന്നു. അങ്ങനെ ആ ധ്യാന ദിവസങ്ങളിൽ വചനം കേട്ട് കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കുറേ മനസ്സിനേറ്റ കുറേ മുറിവുകൾ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സ്നേഹം ഇങ്ങനെ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്നേഹിക്കപ്പെടാതെ പോയതിൻ്റെ ഒരു ബാല്യം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ആരൊക്കെ ചിരിച്ച് കാണിച്ചപ്പോൾ പെട്ടെന്ന് വീട് പോയതൊക്കെ. അപ്പോൾ ആ മേഖലകളൊക്കെ ഒരു ഹീലിംഗ് എടുത്തു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലൊരു ഡെലിവറൻസ്, ഒരു വിടുതൽ ഈ പെങ്കൊച്ചിന് കിട്ടി. ധ്യാനവും കഴിഞ്ഞപ്പോൾ പെങ്കൊച്ചിന് അവനെയും കെട്ടണ്ട, ആരെയും കെട്ടണ്ട. അതുവരെ മൂത്തുന്ന പെങ്കൊച്ച ധ്യാനം കഴിഞ്ഞപ്പോൾ ആൾക്ക് ആരെയും കെട്ടണ്ട, എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ രീതിയിലാണ് അപ്പം കൊച്ചു 17 വയസ്സിലേ ഉള്ളൂ. ചില സമയത്ത് ഈ തിന്മ നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില അടയാളങ്ങൾ ഞാൻ പറയാം. ചില അടയാളങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലൊക്കെ തിന്മ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില അടയാളങ്ങൾ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് നോക്കിയാൽ മതി, നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങൾ നമ്മളിലുണ്ടോ. നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ആയിട്ട് നിൽക്കുന്ന ചില ഇമോഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വല്ലാത്ത ഭയമാണ്, എനിക്ക് ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വൈകാരികതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തിന്മയുടെ സ്വാധീനമുണ്ട്. ഭയങ്കര ദേഷ്യം, ഭയങ്കര വാശി, പൊട്ടിത്തെറിക്കുക, പിടിവാശി സ്വഭാവം, ആരെ ഉൾക്കൊള്ളില്ല, ആരെ അംഗീകരിക്കില്ല, ആരെ സ്നേഹിക്കാൻ പറ്റില്ല, എടുത്തു ചാടുക, അഹങ്കാരം, എൻ്റെ പിന്നിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. അമിതമായ ഭയം, ആ ഭയത്തിൻ്റെ അരൂപിയാണ് പ്രവർത്തിക്കുന്നത്. നിരാശ, ആത്മഹത്യാ പ്രവണത. ചിലർക്ക് ചെറിയ കാര്യം മതി, ചെറിയ വിഷയം വരുമ്പോഴേ ഇവരുടെ തലകേത്തേക്ക് വരുന്ന ചിന്ത എന്താണെന്നറിയാമോ? ചത്ത് കളഞ്ഞേക്കാം, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഈ ആത്മഹത്യയുടെ ദുരാത്മാവ് പെട്ടെന്ന് അവരിൽ അറ്റാക്ക് ചെയ്യും, പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നിട്ട് ഈ പിശാച് ഇങ്ങനെ പറഞ്ഞോട്, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നീ എന്തിനിങ്ങനെ ജീവിക്കുന്നത്, നീ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്, നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, നിന്റെ കഷ്ടപ്പാടൊന്നും ആരും മനസ്സിലാക്കുന്നില്ലോ, പിന്നെ നീ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ പിശാച് ഇങ്ങനെ നിരന്തരം കുത്തിവെച്ചിട്ട് ഈ സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്, ആത്മഹത്യയുടെ ദുരാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ അവൾക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ ആദ്യം തലയ്ക്കകത്ത് വരുന്ന ചിന്ത എന്താണെന്നറിയോ? ചാകണം 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 എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ചിന്ത വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അതിൻ്റെ പിന്നിൽ ആത്മഹത്യയുടെ ദുരാത്മാവ് ആ വ്യക്തിയുടെ മനസ്സിനെ, ചിന്തകളെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഡെലിവറൻസ് കിട്ടേണ്ട, ഒരു വിടുതൽ കിട്ടേണ്ട മേഖലയാണത്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, കാരിസ്മയിലൊക്കെ കൗൺസിലിങ്ങിന് വരുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചിന്തയൊന്നുമില്ല അല്ലേ? നമുക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. കാരിസ്മയില് ആൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് എനിക്കറിയാം. നഴ്സിംഗ് പഠിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. അപ്പോൾ എങ്ങനെയായാലും ഒരു 17 20 വയസ്സിന് പ്രായമുള്ള പെങ്കൊച്ചാണ്. ഈ പെങ്കൊച്ചിനെ അമ്മയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനവിടെ കുമ്പസാരക്കൂട്ടിലിരിക്കുക. അപ്പോൾ പുള്ളിക്കാരത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്ത് വന്ന് എൻ്റെ അടുത്ത് മുട്ടുകുത്തി. അപ്പോൾ ഞാൻ കുമ്പസാരിക്കാനാണെന്ന് വിചാരിച്ചു. പറഞ്ഞാൽ അച്ഛാ കുമ്പസാരിക്കാനല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണെന്ന് പറഞ്ഞു. അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തിയിട്ട് പുള്ളിക്കാരത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ മകൾ അവിടെ നിൽപ്പുണ്ട്. മകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സഹോദരി കണ്ടെത്തിയ വഴിയാണ് എന്ത്, കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തിയിട്ട് അച്ഛനടുത്ത് പറയാലോ. അപ്പോൾ പറയുന്ന കുമ്പസാരം. അപ്പോൾ ഞാനിങ്ങനെ ഈശോ നിന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ വിളിക്കുന്നത്, അച്ഛാ കുമ്പസാരമല്ല കേട്ടോ. അപ്പം പിന്നെ അച്ഛാ ഒരു മിനിറ്റ് പോലെ, കുമ്പസാരക്കാനല്ല, എൻ്റെ മകളാണ് അച്ഛൻ്റെ പുറകെ ആ മൂലയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അവളെക്കുറിച്ച് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ട് അച്ഛനൊന്ന് അവളെ ഒന്ന് കാണാവോ, ഒന്ന് കണ്ടൊന്ന് സംസാരിക്കാൻ വെച്ച സമയമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും അവൾ കൊടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ സഹോദരി പറഞ്ഞു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് അവളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, ടെമ്പററി ആയിട്ട് വീട്ടിൽ വിട്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും കൊണ്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിനെ കോളേജിൽ നിന്ന് പാക്ക് ചെയ്ത് വിട്ടേക്കുക. ഈ പെങ്കൊച്ച് വന്നു, കുറച്ച് നേരം സംസാരിക്കാൻ തുടങ്ങി. ഈ ഫാഷനൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കൊന്നും ഇല്ല. ഫാഷൻ കൂടുന്നതിനനുസരിച്ച് തുണിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഫാഷന്. അപ്പോൾ ഈ ഇവിടെയും വരെ ഉള്ളു ഈ ഡ്രസ്സ്, പിന്നെ ബാക്കി അങ്ങോട്ടില്ല. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുകയും ചെയ്യും. കൈ നിങ്ങൾ വിചാരിക്കും അച്ഛനിങ്ങനെ കൈനോട്ടമുള്ള പരിപാടി എന്നല്ലേ. അല്ല, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. കാരണം ഈ പെങ്കൊച്ച് അത്യാവശ്യം നിറമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പെങ്കൊച്ചിൻ്റെ കൈകളിൽ ഇങ്ങനെ ഈ ഇവിടം മുതൽ ഇങ്ങനെ വരഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുക. നമ്മൾ ഈ മത്തിയൊക്കെ മേടിച്ചിട്ട് ഉപ്പും മുളകൊക്കെ പുരട്ടി വെക്കുകയല്ലേ, നന്നായിട്ട് മത്തി നല്ല ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ ഈ ഉപ്പും മുളകും ഇച്ചിരി വേണമെങ്കിൽ മഞ്ഞപ്പൊടിയും ഇച്ചിരി കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊക്കെ അടിച്ച് കയറ്റി ഒക്കെ നല്ല അരച്ച് നല്ലതായിട്ട് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അത് പുരട്ടി അങ്ങോട്ട് വെച്ച് ഇച്ചിരി പെപ്പറും കൂടി അങ്ങോട്ട് പുരട്ടി വെക്കുവാണെങ്കിൽ അത് കുറച്ച് നേരം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ വറുത്ത് അങ്ങോട്ട് കഴിച്ച് വയ്ക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഞാൻ നോക്കിയപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ കൈ ഏതാണ്ട് മത്തി വറക്കാൻ വേണ്ടി വരഞ്ഞേക്കുന്ന പോലെ. ഞാൻ ചോദിച്ചത് എന്നാടി നിന്റെ കൈ കാണുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു. നിന്റെ കൈ ഇങ്ങനെ കാണിച്ചേ. 18-19 വയസ്സ് പ്രായമുള്ളൂ. എവിടെ നിന്റെ കൈ ഇങ്ങോട്ട് കാണിച്ചേ? ഇപ്പം അമ്മയാണ് അതിന് ഉത്തരം പറഞ്ഞത്. എൻ്റെ അച്ഛാ, അവള് നഴ്സിംഗ് പഠിക്കുന്നവളെ അച്ഛാ, അവളെ കോളേജിൽ നിന്ന് ഏതെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുക. അവള് ചെറിയ എന്തെങ്കിലും കൂട്ടുകാരികൾ എന്തെങ്കിലും പറയോ, ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഇച്ചിരി മാർക്ക് കുറയും, എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ ആദ്യം ചെയ്യുന്നത് ബ്ലേഡ് എടുത്ത് അവൾ കൈ അങ്ങോട്ട് മുറിക്കും. പിന്നെ ഇതിനെ 2 ദിവസം കൊണ്ട് ICUവിലും വെന്റിലേറ്ററിലൊക്കെ ഇട്ട് സാധനത്തിന് എങ്ങനെയെങ്കിലും ജീവനോടെ തിരിച്ചു. അങ്ങനെ കുറേ നാളുകൾ ആയിട്ടുള്ള പരിശ്രമത്തിൽ ഇങ്ങനെ കുറേ ലൈനിട്ട് വെച്ചിട്ടുണ്ട് ഈ പെങ്കൊച്ച്. ഈ സ്പിരിറ്റാണ് പ്രവർത്തിക്കുന്നത്. ആത്മഹത്യയുടെ ദുരാത്മാവാണ്. ഈ ദുരാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചാൽ അവൻ എങ്ങനെയെങ്കിലും കൊല്ലും. അതുകൊണ്ടാണല്ലോ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ലെഗിയോൺ ബാധിച്ചവന്റെ മേലുള്ള ലെഗിയോൺ, ആ സ്പിരിറ്റിനെ, ഒരു കൂട്ടം അശുദ്ധാത്മാവിനെ കർത്താവ് പുറത്താക്കിയപ്പോൾ അതിൽ പന്നികളിലേക്ക് അയച്ചു അല്ലേ? പന്നികൾ എന്നാ ചെയ്തേ? പോയിട്ട് ചാടി ചത്തു എന്നാ പറയുന്നത്. ഈ ലെഗിയോൺ ബാധിച്ചവൻ ചാകേണ്ടിരുന്നതാ. ഇവന്മാർ നേരെ പോയിട്ട് ചാടി ചത്തു എന്ന് പറഞ്ഞാൽ ഒരു സൂയിസൈഡിന്റെ, ഒരു ആത്മഹത്യയുടെ ദുരാത്മാവും അതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ ദുരാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മേഖലയിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിയന്ത്രിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വികാരങ്ങൾ, ഇത് മാത്രമൊന്നുമില്ല. ചിലപ്പോൾ ചിലർക്ക് അമിതമായ ഭയമായിരിക്കും, വല്ലാത്ത ഭയം. ചിലർക്ക് എല്ലാറ്റിനെയും ഭയമാണ്, എല്ലാറ്റിനും പേടിയാണ്. പട്ടിയെ പേടി, പിന്നെ പട്ടിയെ പേടിക്കണം അല്ലേ? ഇപ്പോഴത്തെ പട്ടിയൊക്കെ പേടിക്കണം, അതുപോലെ പട്ടി ഓടി നടക്കുന്നത്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ഭയത്തെക്കുറിച്ചല്ല, നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഭയമുണ്ട്. പുറയുന്ന ആരെങ്കിലും എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കും, നമ്മൾ അയ്യോ ധാരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിഞ്ഞൊക്കെ നോക്കും, പെട്ടെന്നൊരു ഭയം. അതെല്ലാം പറയുന്നത് നമ്മളിൽ നിലനിൽക്കുന്ന അമിതമായ ഭയം എന്തിനോടെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭയത്തിന്റെ സ്പിരിറ്റ് നമ്മളിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ അരൂപിയാണ്, അശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഇരുട്ടിനെ വല്ലാത്ത പേടി, ഇരുട്ടായി കഴിഞ്ഞാൽ വല്ലാത്ത പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങുകയില്ല. ഉണ്ടോ? ചിലർ, എനിക്കൊരു കാരിസ്മയിൽ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നാണ്, അവൾക്ക് രാത്രി 6 മണി കഴിഞ്ഞാൽ, വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ അവൾ പുറത്തിറങ്ങുകയില്ല. അവൾ പ്രശ്നം എന്താണെന്നറിയാമോ? അവള് പറയുവാണ്, അച്ഛാ ഞാൻ പുറത്തിറങ്ങാത്തതിന്, ഞാനിങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പുറകിൽ നിന്ന് ആരും വരുന്ന പോലും എനിക്കൊരു തോന്നല. അതാണ് അവളുടെ ഇത്. എവിടെ പോയാലും അവളുടെ പുറകിൽ ആരും ഉണ്ട്. അപ്പോൾ മനസ്സിനൊരു മുറിവേറ്റിട്ടുണ്ട്, ആ മുറിവിലൂടെ പ്രവേശിച്ച തിന്മയാണ്. ആ മുറിവിന് ഹീലിംഗ്, സൗഖ്യം കിട്ടിയാലേ ആ മേഖലയിൽ വിടുതൽ കിട്ടുള്ളൂ. പെങ്കൊച്ച് പറയാണ്, ആ ഭയം കയറാനുള്ള, ആ ഭയത്തിന്റെ സ്പിരിറ്റ് അവളെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം അവളുടെ ലൈഫിൽ ഇന്നലകളിൽ സംഭവിച്ചൊരു മുറിവേറ്റ അനുഭവം കിടപ്പുണ്ട്. അപ്പൊ ആ മുറിവിന് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ മരിക്കുന്നവർ എത്ര പ്രായമായാലും ഈ പെങ്കൊച്ച് ഈ ഭയത്തിന്റെ അരൂപിയിൽ കിടക്കും, അടിമത്തത്തിൽ കിടക്കും. അപ്പൊ വൈകിട്ട് ഈ പെങ്കൊച്ചിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. 6 മണി കഴിഞ്ഞാൽ ഈ പെങ്കൊച്ച് പുറത്തിറങ്ങില്ല. പള്ളിയിലൊക്കെ വല്ല പരിപാടിയും കഴിഞ്ഞ് അപ്പനും അമ്മയും നമ്മളറിയില്ലേ, കർത്താവിന്റെ ഇടത്തും വലത്തും 2 കള്ളന്മാർ കടന്നതുപോലെയാണ് ഇവളെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പുറം ഇപ്പുറം അപ്പനും അമ്മയും നിന്ന് കൈക്ക് പിടിച്ചാണ് ഈ സാധനത്തിനെ വീട്ടിൽ കൊണ്ടുവരുന്നത്. എന്നാൽ ഇവള് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമെന്ന് പറയുന്നത്. എടി ഞങ്ങൾ പിടിച്ചിട്ടില്ല, നീ എന്നെ നോക്കുന്നേ. എല്ലാവരും പുറകിൽ, ആര് പുറകിൽ, ഒത്തിരി പേര് പുറകിലുണ്ട്, നീ ഞങ്ങൾ അപ്പുറം ഇപ്പുറം പിടിച്ചിട്ടില്ലേ? പേടിയാ, ഇതൊരു അകാരണമായ ഭയമാണ്. ഈ കൊറോണ വന്നതിന് ശേഷം പിശാച് ഏറ്റവും കൂടുതൽ ദൈവമക്കളെ ഭയപ്പെടുന്ന വിഷയമാണ് മരണഭയം, രോഗഭയം. മരണഭയത്തിലും രോഗഭയത്തിലും കിടക്കുന്ന ഒത്തിരി പേര് ഈ കാലഘട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി യുവജനങ്ങൾ പോലും ഉണ്ട് ഈ മരണഭയത്തിൽ കഴിയുന്നവർ. എത്രയോ പേര് ഈ അടുത്ത നാളുകളിൽ ഈ മരണഭയത്തിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളായിട്ടുള്ള പിള്ളേരെ കൊണ്ട് മരണഭയം, മരിക്കുമെന്നുള്ള പേടി, മരിക്കുമെന്നുള്ള അതൊരു പേടിയാ. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ല, ജീവിതം അങ്ങോട്ട് സ്റ്റക്കായി. ഈ ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ജീവിതം അങ്ങോട്ട് സ്റ്റക്കായി. മറ്റു പല ഭയങ്ങൾ നമ്മളെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? മരിക്കുമെന്നുള്ള പേടി, മരണഭയം, തിരസ്കരിക്കപ്പെടുമോ എന്നുള്ള ഭയം, അവഗണിക്കപ്പെടുമോ എന്നുള്ള ഭയം, സ്നേഹിക്കപ്പെടാതെ പോകുമോ, ഇതൊക്കെ ഭയത്തിന്റെ മേഖലകളാണ്. അതൊക്കെ അമിതമായിട്ട് വരുമ്പോണ്ടല്ലോ ഒരു തരം പൊസസീവ്നെസ്സിലേക്കൊക്കെ മാറും. ഇന്ന് ഒത്തിരി ദാമ്പത്യ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു പ്രശ്നം ഈ ഭയമാണ്. പ്രത്യേകിച്ച് ഒറ്റ മകനേ ഉള്ളൂ. ആ മകനെ അപ്പനും അമ്മയൊക്കെ താലോലിച്ചും സ്നേഹിച്ചൊക്കെ വളർത്തി വലുതാക്കി. ഇത് കഴിഞ്ഞ് മകന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവര് സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഈ അമ്മയുടെ മനസ്സിൽ കൂടി പോകാൻ സാധ്യതയുള്ളൊരു ഭയമാണ്, ഞാനിനി സ്നേഹിക്കപ്പെടാതെ പോകോ. ഈ ഒരു ഭയം കയറിയിട്ട് എത്ര ദാമ്പത്യങ്ങൾ തകർന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
ചിന്ത ഇങ്ങനെ അമ്മയുടെ മനസ്സിൽ കൂടി പോകുന്ന ചിന്തയാ. ഇപ്പം കൊച്ചു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു, ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നു ഞാൻ കടിച്ചു തൂങ്ങിക്കിടന്നേനെ. കാരണം എൻ്റെ വീട്ടിൽ കിട്ടിയ ഫോർമേഷൻ അതാണ്. ഒത്തിരി പ്രാർത്ഥിച്ചും ഒത്തിരി ധ്യാനിച്ചൊക്കെയാണ് ഞാൻ ദാമ്പത്യത്തിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ കടിച്ചു തൂങ്ങിക്കിടന്നേനെ. ഇത്രയും നാൾ ഞാൻ കടിച്ചു തൂങ്ങിക്കിടന്ന് ഇനി പറ്റാഞ്ഞിട്ടാച്ചാ. ഞാൻ എന്നാ ചെയ്താലും കുറ്റമാണ്, ഞാൻ എന്നാ പറഞ്ഞാലും കുറ്റമാണ്. നോക്കിയാൽ കുറ്റം, നോക്കിയില്ലെങ്കിൽ കുറ്റം, എഴുന്നേറ്റ കുറ്റം, എഴുന്നേറ്റില്ലെങ്കിൽ കുറ്റം, ഉച്ചത്തിൽ സംസാരിച്ച കുറ്റം, സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പം, ഞാൻ എന്തെങ്കിലും എടുത്താൽ കുറ്റം, എടുത്തെടുത്ത് വെച്ചില്ലെങ്കിൽ അത്, ഇങ്ങനെ എല്ലാറ്റിലും ഈ തള്ള എൻ്റെ പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിക്കുക. എന്നിട്ട് ഭർത്താവ് വരുമ്പോൾ, മകൻ വരുമ്പോൾ പറഞ്ഞിട്ട് എന്നെ ഇട്ട് അമ്മയും മകനും കൂടി ഒരുമിച്ച് ചേർന്ന് അച്ഛാ എന്നെ ഇപ്പം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ഈ അമ്മയ്ക്ക് ഈ മരുമകളെ അല്ലെങ്കിൽ മരുമകളെ സ്നേഹിക്കുന്നതാണ്. ഇപ്പോൾ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ, എന്നെ സ്നേഹിക്കാതിരിക്കുമോ, ഇവൾ വന്നപ്പോൾ പഴയ പോലെ സ്നേഹമില്ല, പഴയ പോലെ എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത തലക്കകത്ത് കയറിയിട്ട് ഇനി സ്നേഹിക്കപ്പെടാതെ പോകുമോ എന്നുള്ളൊരു ഭയം. ഹല്ലേലൂയ. ഇത് പൈശാചികമാണ്. യഥാർത്ഥത്തിൽ അമ്മയെ അല്ല മകൻ ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ അവന്റെ ആദ്യ സ്നേഹം ദൈവത്തിന് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോടുള്ളതാണ്. ഹല്ലേലൂയ. ഇതൊരു ഉടമ്പടി ബന്ധമാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ദയവായിട്ട് ഒത്തിരി പേരുടെ കണ്ണുനീരും വേദനയും ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം കൊടുത്തവരെ വിട്. എല്ലാ കാര്യങ്ങളും പോയി ചെയ്യാൻ നിൽക്കല്ലേ. അവർക്ക് അവരുടേതായ സ്വകാര്യതകളുണ്ട്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് അവരുടെ ഭാവി ജീവിതം, അവരുടെ മക്കളെ, അവരുടെ തലമുറകളെ ഒക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ തക്ക വിധത്തിൽ ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കണം. വിവാഹം കഴിഞ്ഞ് 10, 35, 40 വയസ്സായി ഇപ്പോഴും അമ്മ പിടിച്ചു വെച്ചേക്കുക, വിടുകയില്ല. അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് മകനൊട്ട് ചെയ്യുകയില്ല. എന്തായിരിക്കും അവസ്ഥ? എന്നിട്ട് മകൻ പറയുന്ന കാരണം അവൻ പറഞ്ഞാണ്, എൻ്റെ അച്ഛാ ഞങ്ങൾ അപ്പനില്ലാതെ അമ്മ ഞങ്ങളെ വളർത്തിയത്, എന്നെ എങ്ങനെ വളർത്തിയെന്ന് എനിക്കറിയാം, ഒത്തിരി കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത്. ശരിയാണ്, അല്ലെന്നൊന്നും പറയുന്നില്ല. അമ്മയെ സ്നേഹിക്കേണ്ടെന്നല്ല ഇവിടെ പറയുന്നത്. സ്നേഹിക്കേണ്ടെന്നോ മനസ്സിലാക്കേണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത്. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. അമ്മയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നാണ് ആദിയിലേയുള്ള നിയമം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം മുഴുവൻ പറയുന്നത് തന്നെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഇത് കർത്താവിന്റെ കൽപ്പനയാണ് എന്ന് തന്നെ പറയുന്നത്. ബഹുമാനിക്കേണ്ടെന്നൊന്നും നമ്മളാരും പറയുന്നില്ല, സ്നേഹിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. മരണം വരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അവർക്ക് അറിവ് കുറവാണെങ്കിലും അവരോട് സഹിഷ്ണുത കാണിക്കണം എന്നൊക്കെയാണ് വചനം പറയുന്നത്. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ മകനും മകളും അവരൊരു കുടുംബമാകിയാൽ ആ കുടുംബത്തിൻ്റെതായ സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കണം. ഹല്ലേലൂയ. അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. അത് പറ്റാതെ പോകുന്നത് അവരുടെ ദാമ്പത്യത്തിൽ അത് അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വല്ലാത്ത പ്രതിസന്ധികൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. എത്ര കുടുംബങ്ങളാണെന്നറിയാമോ? അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താവ് തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാണ്. പക്ഷേ ഈ മാതാപിതാക്കളുടെ സ്വാർത്ഥത കാരണം തകർന്നു പോയ എത്രയോ ദാമ്പത്യങ്ങളുണ്ടെന്നറിയാമോ? അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരു അഭ്യർത്ഥനയാണ്, എളിയ അഭ്യർത്ഥനയാണ്. നിങ്ങളുടെ മക്കള് ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം. അവരുടെ സ്വകാര്യതയിൽ നിങ്ങൾ ഇടപെടാൻ പോകരുത്. അപ്പം കുറിച്ച് പറഞ്ഞാൽ, അച്ഛാ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സോഫയിൽ വന്നിരുന്നപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ട് പറയുവാണ്, നിങ്ങൾ ഒരുമിച്ചിരിക്കുവാണോ? പിന്നെ ഒരുമിച്ചല്ല പിന്നെ എന്നെ ചെയ്യും? കല്യാണം കഴിച്ച പിന്നെ വേറിട്ട് ജീവിക്കാൻ വേണ്ടി അവൻ നിങ്ങൾ ഒരുമിച്ചിരിക്കുവാണ് ഇവിടെ. എന്നിട്ട് ഇവർ രണ്ടുപേരും എഴുന്നേപ്പിച്ചു വിട്ടു ഒരുമിച്ചിരിക്കാൻ വന്നപ്പോൾ. ഇവരെവിടെയെങ്കിലും ഒരുമിച്ച് പോകുമ്പോഴേ അമ്മ തുണി ഊരി വേഗം അമ്മയും കൂടെ കയറും. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഒരു സിനിമയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സിനിമയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം കൊടുത്ത് അവൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് റെഡിയായിട്ട് നിന്നോളാൻ പറഞ്ഞു. അവൾ റെഡിയായിട്ട് നിന്നു. വന്നു കഴിഞ്ഞപ്പോഴേ പോകാനുള്ള റെഡിയായിട്ട് നിന്ന്. അപ്പോൾ ഈ മകൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവൻ എവിടെയെങ്കിലും പോവുള്ളൂ. അമ്മ അത് നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകും, നല്ലതാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ രാത്രിയോ? അതെ, ഞങ്ങൾ സിനിമയ്ക്ക് പോകാം, ഞങ്ങൾ പ്ലാൻ ചെയ്താൽ ഞങ്ങൾ സിനിമയ്ക്ക് പോവാം. വന്നിട്ട് അങ്ങനെ ഒന്നും പുറത്തൊന്നും പോയില്ലല്ലോ, ഇപ്പോൾ ഇവിടെ കൊണ്ടൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറയും. അപ്പം അമ്മ പറയും, ഞാനും സിനിമ കണ്ടിട്ട് കുറേ നാളായി, അതുകൊണ്ട് ഞാനും കൂടി പോരുവാണ്. നമുക്ക് സിനിമ കാണണമെങ്കിൽ പിറ്റേ ദിവസം പോകാമല്ലോ, ടി വിയിൽ കാണാമല്ലോ അല്ലേ? അമ്മേനെ കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. അതിനർത്ഥം ഇവർക്ക് അവരുടേതായ ഒരു സ്വകാര്യത കൊടുക്കണം. ദാമ്പത്യത്തിൻ്റെ സ്വകാര്യതകളുണ്ടല്ലേ? ദാമ്പത്യത്തിൽ നടക്കുന്നതെല്ലാം നമ്മൾ പുരമുകളിൽ പ്രഘോഷിക്കുന്നുണ്ടോ? ഇല്ല.
ഉണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ദാമ്പത്യത്തിൻ്റെതായ സ്വകാര്യതകൾ മാനിക്കണം. അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ദാമ്പത്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അതിലൂടെ തന്നെ കുടുംബത്തിൽ ഒഴിവാകും. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒഴിവാകും. കാരണം എന്താ? ഇതിങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കുറ്റം കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, അവരൻ്റെ കുറവ് നമ്മൾ വഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവരൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരൻ്റെ കുറവ് ഞാൻ കൂടി വഹിക്കുകയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. ആത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിലോ നിരന്തരം കുറ്റം കണ്ടുപിടിക്കുക, കുറ്റം പറയുക, പരദൂഷണം പറയുക, ഇത് തന്നെയായിരിക്കും നിരന്തരമായ ഒരു ജീവിതക്രമം. കാരണം എന്താ? പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തവർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണോ അതോ പൈശാചികാത്മാവാണോ ദുരാത്മാവാണോ എന്ന് പോലും മനസ്സിലാക്കാൻ എളുപ്പമാണ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, നമ്മൾ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കീഴടക്കാൻ പറ്റാത്ത ഏതെങ്കിലും വൈകാരികതകൾ നമ്മളിലുണ്ടോ നമ്മൾ പരിശോധിക്കണം. കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ പറയണം, അച്ഛൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില ജഡത്തിൻ്റെ ആസക്തികളാകാം, ചില വൈകൃതങ്ങളാകാം, ചില അടിമത്തങ്ങളാകാം, ചില ദുശീലങ്ങളാകാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിലുണ്ടെങ്കിൽ ഒരു തിന്മ നമ്മുടെ മേൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ പിന്നിലുള്ള പൈശാചിക ശക്തി ആ വ്യക്തിയെ അടിമയാക്കി മാറ്റും. നിരന്തരമായിട്ട് ഒരു പാപത്തെ നമ്മൾ വ്യാപരിക്കുമ്പോൾ, നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു പാപത്തോട് നമ്മൾ പ്രത്യുത്തരിക്കുമ്പോൾ, എസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തിന് സംഭവിക്കുന്നതിന് ആ എല്ലാ പാപത്തിനും പ്രേരണ തരുന്ന ഒരു തിന്മയുണ്ട്. ആ തിന്മ നമ്മുടെ മേൽ അധികാരമെടുക്കും, കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പിന്നീട് അങ്ങോട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ തിന്മ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എത്ര ഉപേക്ഷിക്കാൻ നോക്കിയിട്ട്, എത്ര നിർത്താൻ നോക്കിയിട്ടും, എത്ര സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയിട്ടും ചില ബന്ധങ്ങൾ, ചില ബന്ധനങ്ങൾ, ചില അടിമത്തങ്ങൾ, ചില ദുശീലങ്ങൾ, ചില വൈകൃതങ്ങൾ, ഇതൊന്നും നിർത്താൻ പറ്റണില്ല. വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗ്യാരസ്മെനിൽ ധ്യാനത്തിന് വന്നൊരു പയ്യൻ, അവന് 27 വയസ്സ് പ്രായമായി, കല്യാണം കഴിക്കാൻ തീരുമാനമൊക്കെ എടുത്ത് 2-3 മാസത്തിനുള്ളിൽ വിവാഹം കഴിക്കേണ്ട പയ്യനാണ്. അവൻ ധ്യാനത്തിന് വന്നു. അപ്പോൾ ഞാൻ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ, നിങ്ങൾക്ക് വിവാഹ ഒരുക്ക ധ്യാനമൊന്നും ഇല്ലേ? ഇങ്ങനെ 2-3 മാസമല്ലേ കല്യാണം കുറപ്പേയും, സാധാരണ വിവാഹ ഒരുക്ക ധ്യാനത്തിനല്ലേ പോകുന്നത്? പറഞ്ഞു, അതിന് ഞാൻ പോകുന്നുണ്ട് അച്ഛാ, പക്ഷെ എനിക്ക് വേറൊരു വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ചോദിച്ചോ പറഞ്ഞാണ്. പറഞ്ഞു, അച്ഛാ 15-ാം വയസ്സിൽ 14-15 വയസ്സിൽ 9-ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത്, ആ സമയത്ത് തുടങ്ങിയ ഒരു ദുശീലമുണ്ട്, ഒരു ലൈംഗിക വൈകൃതം, സ്വയംഭോഗത്തിന് അടിമത്തത്തിലാണ് ഈ പയ്യൻ. അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്ത് ഇങ്ങനെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത സമയത്ത് അവൻ എന്ത് ചെയ്യും, ഇൻ്റർനെറ്റ് കഫേ പോയിട്ട് 5-10 രൂപ കൊടുത്ത് 1 മണിക്കൂർ നെറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ പോയിരുന്ന് കമ്പ്യൂട്ടറിൽ പോയിരുന്ന് ബ്ലൂ ഫിലിം കാണുക, ശരീരത്തിൻ്റെ വിശുദ്ധി കളയുന്ന ഈ പാപത്തിലേക്ക് പോവുക. അവൻ പറഞ്ഞ അച്ഛാ അന്ന് തുടങ്ങിയതാണ്. അത് തുടങ്ങാനുള്ള കാരണം അവൻ പറഞ്ഞാന്നറിയാമോ? ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ലാസ്റ്റ് ബെഞ്ചിലിരുന്ന കുറച്ച് പിള്ളേർ ഇങ്ങനെ ഒരുമിച്ച് ഇൻ്റർവൽ സമയത്ത് എന്തൊക്കെ ഒരുമിച്ചിരുന്ന് കാണുന്നുണ്ട് ഇങ്ങനെ ബെഞ്ചിനടില്ല. അപ്പോൾ ഇവരും ആകാംക്ഷ കൊണ്ട് ഇവരും പോയി കാണാനായിട്ട്. അപ്പോൾ അവർ കാണിച്ചില്ല, ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ കാണിച്ചെന്നില്ല, ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ കാണിച്ചു തരാൻ വരാൻ പറഞ്ഞു, ആരോട് പറയരുതെന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതൊരു ഫിലിമാണ്, ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റുന്നൊരു ഫിലിം. അതൊരു ലെൻസ് ഉണ്ട്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും, കുറേ പടങ്ങൾ അതിനകത്തുണ്ട്. ആ പടങ്ങളെല്ലാം തന്നെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള പടങ്ങളാണ്. എല്ലാം മ്ലേച്ഛത, നഗ്നതയുള്ള, അശുദ്ധിയുള്ള, പാപം ജനിപ്പിക്കുന്ന പടങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇത് കണ്ടു. അവൻ്റെ കണ്ണുകളിലേക്ക് കയറി, അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ, ചിന്താമണ്ഡലത്തെ അതങ്ങോട്ട് സ്വാധീനിച്ചു. പിന്നെ ഇത് കാണണം എന്നുള്ള ചിന്തയായി. അങ്ങനെയാണ് ഇവൻ പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കഫേ പോയിരുന്ന് 15 വയസ്സ് മുതൽ ഇവനിത് കാണുന്നത്. പിന്നെ അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പോയപ്പോൾ ഫുൾ ടൈം കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റൊക്കെ ആയി. പിന്നെ സ്വന്തം മൊബൈലിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് കാണാൻ തുടങ്ങി. എല്ലാം പറഞ്ഞു, പക്ഷേ എല്ലാ ദിവസവും ഞാനിത് കാണും, പാപം ചെയ്യുകയും ചെയ്യും. 15 വർഷം, അവന് 27 വയസ്സുണ്ടാകും വരും. പറഞ്ഞു, വെച്ചാൽ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഈ ധ്യാനം കൂടാൻ വന്നത്. ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ വിഷയമുള്ളൂ, എനിക്ക് ഈ മേഖലയിൽ ഒരു വിടുതൽ കണ്ട. ഞാനൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവാം. ഈ പാപം വെച്ച് എനിക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണ്ട എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. 15 വർഷമായിട്ട് ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുക, സ്വയംഭോഗത്തിൻ്റെയും ബ്ലൂ ഫിലിമിൻ്റെ അടിമത്തത്തിൽ. അവർ പറഞ്ഞു, അച്ഛൻ ഞാൻ എത്ര ശ്രമിച്ചെന്നറിയാമോ?
ഞാൻ പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യണം, നമ്മൾ സാധാരണ പാപത്തിലേക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേ പ്രശ്നം തീരും. ഞാൻ പറഞ്ഞു, നീ ആ മൊബൈൽ മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാറ്റി വെച്ച് നോക്ക്, അല്ലെങ്കിൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കുന്നത് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പം പറഞ്ഞു, അച്ഛൻ ഇത് ഞാൻ അച്ഛൻ പറയാതെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ടാണ് പല രാത്രികളിൽ ഞാൻ എൻ്റെ പേഴ്സണൽ മുറിയിലേക്ക് പോയത്. പ്രാർത്ഥിക്കുന്ന മുറിയിൽ തന്നെ വെച്ചിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ അച്ഛാ, ഉറങ്ങാൻ പറ്റണ്ടേ? തിരിച്ചു വന്നിട്ട് മൊബൈൽ എടുത്ത് മുറിയിൽ പോയി ബ്ലൂ ഫിലിം കണ്ട് സ്വയംഭോഗം ചെയ്ത് അത് കഴിയുമ്പോൾ അവൻ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് ഈ മേഖലയിൽ അച്ഛൻ എനിക്കൊരു വിടുതൽ കിട്ടണം, എനിക്ക് വിടുതൽ കിട്ടണം. ആത്മാവ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എനിക്ക് പറ്റില്ല. ഞാൻ അത്രയും അങ്ങോട്ട് ഈ വിഷയത്തിൽ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. എനിക്കറിയാം ഇത് തെറ്റാണെന്നും എനിക്കറിയാം ഇത് തിന്മയാണെന്നും എനിക്കറിയാം എന്നെ ഇത് അടിമയാക്കി വെച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷെ എനിക്ക് പറ്റണില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം കീഴടക്കാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ കീഴടക്കാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ വൈകാരികതകളൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ദുശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തിന്മ അധികാരം എടുത്തിട്ടുണ്ട്. ഒരു വിടുതൽ ശുശ്രൂഷ ആവശ്യമാണ്, ഡെലിവറൻസ് ആ വിഷയത്തിൻ്റെ മേലെ ആവശ്യമാണ്. അതല്ല എങ്കിൽ, ആത്മാവിൽ ഒരു വിടുതൽ കിട്ടുന്നില്ല എങ്കിൽ അവൻ മരിക്കുന്നത് വരെ ഈ പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കും. അതുകൊണ്ടല്ലേ ചില ദുശീലങ്ങൾക്ക് നിന്നും പുറത്തു വരാൻ പറ്റാത്ത, മദ്യപാനത്തിൽ നിന്നും ലഹരിയിൽ നിന്നും പുകവലിയിൽ നിന്നൊക്കെ ചിലർക്ക് പുറത്തു വരാൻ പോലും പറ്റണില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല, ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി കുടിക്കാൻ തുടങ്ങിയിട്ട്. ഈ 40 വർഷം കുടിച്ച കാശുണ്ടായിരുന്നെങ്കിൽ 2 പെൺമക്കളെ കെട്ടിക്കായിരുന്നു. പറഞ്ഞു, ഞാൻ ഈ കുടിച്ച കാശുണ്ടായിരുന്നെങ്കിൽ 2 പെൺമക്കളെ കെട്ടിക്കായിരുന്നു. 2 പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ള കാശ് ഞാൻ കഴിഞ്ഞ 40 വർഷം കൊണ്ട് കുടിച്ചു തീർത്തിട്ടുണ്ട്. ഈ ഇടുക്കി ഭാഗത്തുനിന്ന് ധ്യാനം കൂടാൻ വന്നൊരു സഹോദരനാണ്. കാരിസ്മല എന്നിട്ട് ധ്യാനവും കൂടി പിറ്റേ മാസം പുള്ളി കുടിക്കാൻ തന്നെ മാറ്റിവെച്ച കാശ്, സാധാരണ കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാശ് പുള്ളി ദശാംശമായിട്ട് കൊണ്ടുവന്ന് കാരിസ്മലിൽ തന്നപ്പോൾ പുള്ളി പറഞ്ഞാണ്, വെച്ചാൽ കഴിഞ്ഞ 40 വർഷക്കാലം ഞാൻ കുടിച്ച കാശുണ്ടായിരുന്നെങ്കിൽ 2 പെൺകുട്ടികളെ ഡീസൻ്റായിട്ട് വിവാഹം കഴിപ്പിച്ചു വിടായിരുന്നു. ഡീസൻ്റായിട്ട് 40 വർഷം കുടിക്കാൻ. അപ്പോൾ എന്തോരം കുടിച്ചിട്ടുണ്ടെന്ന് നോക്കി. പുള്ളി കുടി നിർത്തി. 1 മാസം കുടിക്കാതിരുന്നപ്പോൾ കിട്ടിയ ആ കാശ് പുള്ളി ഒരു കുടുക്ക വീട്ടിൽ വെച്ചിട്ടുണ്ട്, കുടുക്ക പോലെ അതിനെ തിട്ടിട്ട് മാസാവസാനമായപ്പോൾ കാരിസ്മന് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വിട്ടുമാറാത്ത ചില ദുശീലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തിന്മയുടെ സ്വാധീനങ്ങളുണ്ട്. പിന്നെ ചില രോഗങ്ങൾ, എത്ര മരുന്നുകൾ ഇങ്ങനെ പറയില്ലേ, ഡോക്ടറെ കണ്ടു, ചികിത്സിച്ചു, ഡോക്ടർ പറയാണ് ഒരു പ്രശ്നവുമില്ല. രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാകാം, ഫിസിക്കൽ കാരണം ഉണ്ടാകാം. ആ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തതല്ല. ചിലതെല്ലാം ചെയ്തു, ചെക്കപ്പ് നടത്തി, MRI നടത്തി, വേറെ സ്കാനിങ് എന്തൊക്കെ നടത്താവുന്നോ അതെല്ലാം നടത്തിയിട്ടും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല. എന്നാൽ ഈ പറയുന്ന വ്യക്തി ശരീരത്തിന് വേദനയുണ്ട്, കൈക്ക് വേദനയാണ്, അല്ലെങ്കിൽ വയറുവേദനയാണ്, തലവേദന എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ ചെക്കപ്പ് നടത്തി, എല്ലാം നടത്തിയിട്ടും ഒരു രോഗമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഏതെങ്കിലും രോഗാവസ്ഥകളുടെ നടുവിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ട്, അതായത് ഒരു രോഗകാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നാൽ രോഗിയാണ് താനും, അവരനുഭവിക്കുന്നുണ്ട്. ഒന്നുകിൽ അവരുടെ മനസ്സിനേറ്റ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടാകാം, അതല്ല എങ്കിൽ ഏതെങ്കിലും തിന്മ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. ഒരു വിടുതൽ ആവശ്യമുള്ള മേഖലയാണ്. ഏതു മേഖലയായാലും ഇതിന് ഒരെണ്ണത്തിൽ സൗഖ്യം വേണം, ഒരെണ്ണത്തിന് വിടുതൽ വേണം. മനസ്സിന് മുറിവേറ്റാൽ രോഗിയായിട്ട് മാറാം. മനസ്സിനേൽക്കുന്ന മുറിവുകൾ നമ്മളുടെ ശരീരത്തിൽ രോഗാവസ്ഥകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ചില രോഗങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. രോഗത്തിൻ്റെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. രോഗത്തിൻ്റെ കാരണം എന്താ? ചിലപ്പോൾ സ്നേഹിക്കപ്പെടാതെ പോയതിൻ്റെ അത് മനസ്സിലിട്ടിങ്ങനെ ഓർത്ത് വന്ന ചില രോഗങ്ങളാകാം, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാകാം, തിരസ്കരിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാകാം, ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള തേങ്ങലാകാം, ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ ആരുടെങ്കിലും വേണ്ടപ്പെട്ട വേർപാടിൻ്റെ ദുഃഖമാകാം, അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ വേദനയാകാം, ഭാരമാകാം, അതിലൂടെ വന്ന ഭയമാകാം. ഇതിലൂടെയൊക്കെ നമുക്ക് ശരീരത്തിൽ മനസ്സിനേൽക്കുന്ന മുറിവുകൾ ശരീരത്തിൽ രോഗങ്ങളായിട്ട് മാറാം. എന്നിട്ട് നമ്മളിങ്ങനെ ശരീരത്തിൻ്റെ രോഗത്തെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അതിൻ്റെ റൂട്ട് കാരണം ശരീരത്തിൻ്റെ രോഗമല്ലാത്തത് കൊണ്ട്, മനസ്സിൻ്റെ രോഗമായതുകൊണ്ട് ആ മനസ്സിന് സൗഖ്യം കിട്ടാത്തിടത്തോളം കാലം ആ രോഗം എന്നും രോഗമായിട്ട് ഒരുവന്റെ ജീവിതത്തിൽ അവശേഷിക്കും. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിന് മനസ്സിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ പല രോഗങ്ങൾക്ക്, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടും.
ഇനി രോഗകാരണം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത പല രോഗങ്ങളുടെ പിന്നിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു വിടുതൽ കിട്ടിയാൽ മാറാനുള്ള പ്രശ്നമേ ഉള്ളൂ. അത്രേ പ്രശ്നമുള്ളൂ. അതൊക്കെയാണ് ബഹുമാനപ്പെട്ട അനീഷച്ചൻ മരിച്ചുപോയി. കാരിസ്മോനിൽ എൻ്റെ കൂടെ ഒരു 9.5 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി ശുശ്രൂഷകൾ കേരളത്തിനും പുറത്തും വിദേശത്തൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാരിസ്മോനിൽ അനീഷച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പെങ്കൊച്ചിനെ കൊണ്ടെന്നാണ്. ആ പെങ്കൊച്ചിന് എപ്പോഴും വയറുവേദന എന്നൊക്കെ പറഞ്ഞാൽ രാത്രി ആളെക്കട തുറക്കുകയില്ല, കടന്ന് കരച്ചിലും പിന്നെ ഇതിനെ പൊക്കി രാത്രി നട്ടപ്പാതിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. 1-2 തവണയൊന്നുമല്ല, നിരന്തരമായ കലാപരിപാടിയായിട്ട് ഇത് മാറി. ഈ പെങ്കൊച്ചിനെ ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയും കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അവിടെ ചെന്ന് ഡോക്ടർ വീണ്ടും എല്ലാ ചെക്കപ്പൊക്കെ ചെയ്യാൻ പറയും. ചെക്കപ്പൊക്കെ നടന്ന് ഡോക്ടർ പറയും പെങ്കൊച്ചിനൊരു കുഴപ്പമില്ല. മാതാപിതാക്കൾ തന്നെ ചെയ്യും. അങ്ങനെയാണ് ഈ പെങ്കൊച്ചിനെ അനീഷച്ചൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഈ പെങ്കൊച്ചിനെ അനീഷച്ചൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അനീഷച്ചൻ പ്രാർത്ഥിച്ച സമയത്ത് അവളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില മുറിവുകൾ മനസ്സിലുണ്ടായിരുന്നു. ആ മുറിവുകൾ പരിശുദ്ധാത്മാവ് അച്ഛൻ വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് അച്ഛൻ ആ വിഷയം വെച്ച് ചോദിച്ചു. ആ വിഷയങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷയങ്ങളിലൂടെ കയറിയ ഒരു തിന്മയാണ്. അതായത് ആ പെങ്കൊച്ചി ചെറുപ്രായത്തിലെ അവളുടെ തന്നെ കുടുംബത്തിലുള്ള ഒരു സഹോദരനെന്ന് ഗണിക്കാവുന്ന ഒരു വ്യക്തിയാൽ ഇങ്ങനെ ശാരീരികമായിട്ട് ദുരുപയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥ. കയറി പിടിക്കുകയൊക്കെ ചെയ്തു. ആ പെങ്കൊച്ചിനെ ആരുമില്ലാത്ത സമയത്ത് അത് വല്ലാത്തൊരു വിഷമവും വല്ലാത്തൊരു വേദനയൊക്കെ മനസ്സിലായി. വല്ലാത്തൊരു കുഞ്ഞ് ആരോട് പറയാൻ പറ്റിയില്ല, പറയാൻ തോന്നില്ല. കാരണം ഏറ്റവും അടുത്ത ക്ലോസ് റിലേഷൻ ഈ പെങ്കൊച്ച് സ്വന്തം സഹോദരനായിട്ട് കണ്ടൊരു പയ്യനാണ്, അതായത് ഫസ്റ്റ് കസിൻ. അപ്പം ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഉണ്ടായത് വല്ലാത്തൊരു വിഷമം ഈ പെങ്കൊച്ചിനായി. അതങ്ങോട്ടും ആരോടും പറയാൻ പറ്റാതെ മനസ്സ് സൂക്ഷിച്ച് വിഷമമെടുത്ത് അത് ഈ പെങ്കൊച്ച് തന്നെ ഒരു ഭാരമായിട്ട് മാറി. അതിലൂടെ വന്ന ഇഷ്യൂസുകളാണ് ഈ പെങ്കൊച്ച് പിന്നെ കടന്നു പോകുന്നത്. കണ്ടിന്യൂസ് ഉദരസംബന്ധമായ പെയിനും ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസുമായിട്ട് ഈ പെങ്കൊച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് അനീഷിച്ചൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജ് കിട്ടി. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ്. അപ്പോൾ അതിലൂടെ മനസ്സിനൊരു മുറിവേറ്റു. ആ മുറിവിന് സൗഖ്യം കിട്ടാതെ ഈ പെങ്കൊച്ചിന് ഈ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ സൗഖ്യം കിട്ടില്ല. ആ പെങ്കൊച്ചിനോട് ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന് ഓർമ്മയിലെടുത്തു. ആ സംഭവത്തെയും ആ വ്യക്തിയെയും എടുത്തു. കർത്താവിൻ്റെ സ്നേഹത്തിൽ ക്ഷമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെയാണ് നമുക്ക് ആ വിഷയത്തെ ക്ഷമിക്കാതെ നമുക്ക് വിടുതൽ കിട്ടില്ല. മനസ്സിന് മുറിവേറ്റെങ്കിൽ ഏതിലൂടെ മുറിവേറ്റോ ആ വിഷയത്തോടെ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം, ആ വ്യക്തിയോടെ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം, അല്ലാതെ നമുക്ക് സൗഖ്യം കിട്ടില്ല. അപ്പോൾ അങ്ങനെ അനീഷച്ചൻ ആ വിഷയത്തിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് തന്നെ ഏറ്റു പറയിപ്പിച്ചു. ഈശോയുടെ സൗഖ്യം ആ പെങ്കൊച്ചിനായിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് അനീഷച്ചൻ ഒരു വിടുതൽ പ്രാർത്ഥന നടത്തിയപ്പോൾ ആ പെങ്കൊച്ച് അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും താഴെ കിടന്ന് അലറും കാറും വട്ടം കറങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് കാണുന്നത്. അത് കഴിഞ്ഞാണ് ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അനീഷച്ചൻ ഇതേക്കുറിച്ചൊക്കെ പിന്നീട് നമ്മളോട് പറയുന്നത്. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്ന സമയത്ത് ആ പെങ്കൊച്ച് അവിടെ കടന്ന് ഭയങ്കര അലർച്ചയും കാറിച്ചും കൂവിച്ചും കടന്ന് കൗൺസിൽ മുറി കടന്ന് ഈ വിഷയം ആ ഉള്ളിൽ ഇത്രയും നാൾ ഹോൾഡ് ചെയ്തിരുന്ന അവളെ മുറിവേറ്റവളായി അവളുടെ ജീവിതത്തിൽ അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ മുറിവ് റിവീൽ ചെയ്യപ്പെട്ടപ്പോൾ, വെളിവാക്കപ്പെട്ടപ്പോൾ മുറിവിൽ പിശാചിന് ഒളിച്ചിരിക്കാൻ പറ്റും. പിന്നെ അവൻ ഒളിച്ചിരിക്കാൻ പറ്റില്ല. ഒരിക്കൽ പിടിക്കപ്പെട്ട നമ്മൾ ഈ സാറ്റും പാത്തൊക്കെ അടിക്കുകയല്ലേ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ തിന്മയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ കടന്ന് അങ്ങോട്ട് അസ്വസ്ഥപ്പെട്ടതാണ് കണ്ടത്. അങ്ങനെ വല്ലാതെ കടന്ന് തലയിട്ടൊക്കെ അടിക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ ആ പെങ്കൊച്ച് തലമുടിയെ കുത്തിപ്പിടിച്ചിട്ട് നിലത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അപ്പോൾ അനീഷച്ചൻ കയറി പിടിക്കുന്നുണ്ട്, തല നിലത്തിട്ട് അടിച്ച് പൊട്ടാതിരിക്കാനായിട്ട് കയറി പിടിക്കുന്നുണ്ട്. ഞാനിവിടെയൊക്കെ പിടിച്ചു, ഞങ്ങളുടെ രണ്ടിനും കൂടെയൊക്കെ പ്രാർത്ഥിച്ചു, കുറേ നേരം പ്രാർത്ഥിച്ചു, വിടുതൽ പ്രാർത്ഥനയൊക്കെ നടത്തി ഈ പെങ്കൊച്ചിനെ വിട്ടു. പിന്നീട് സംഭവിച്ചെന്താന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഈ അനീഷച്ചൻ വന്ന് ഈ പെങ്കൊച്ച് കാണുകയുണ്ടായി. ഒരമ്മയും പെങ്കൊച്ചും കൂടെയാണ് വന്നത്. അതിനുശേഷം ആ പെങ്കൊച്ചിന് ഇന്ന് വരെ ഈ ഉദരസംബന്ധമായ വേദനയോ ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസോ ഉണ്ടായിട്ടില്ല. എന്ന് പറയാം ഹോസ്പിറ്റലിൽ പിന്നെ പോകണ്ട. എല്ലാ ആഴ്ച 1-2 പ്രാവശ്യം കുറേ നാളുകളായിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിക്കൊണ്ടിരുന്ന പെങ്കൊച്ച. ആ മേഖലയിൽ സൗഖ്യം കിട്ടി. ഒരു ഡെലിവറൻസ് പ്രയർ, ഒരു വിടുതൽ പ്രാർത്ഥന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, കർത്താവ് തന്ന അധികാരത്തിൽ, മത്തായി 10:1 മർക്കോസ് 3:13 കർത്താവ് തന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം. ഈ അധികാരത്തിൽ ഒരു ഡെലിവറൻസ് പ്രയർ നടത്തി ആ വിടുതൽ പ്രാർത്ഥനയിൽ കുറേ നാളുകളായിട്ട് ഈ പെങ്കൊച്ചിൻ്റെ മേൽ അധികാരമെടുത്ത മുറിവിൽ അധികാരം നിന്ന ആ തിന്മ ആ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ ശാരീരിക രോഗം മാറി. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പല ശാരീരിക രോഗങ്ങളുടെ പിന്നിലും എല്ലാം ശാരീരിക രോഗങ്ങളല്ല എന്നുകൂടി തിരിച്ചറിയണം.
മനസ്സിനേറ്റ മുറിവുകൾ കൊണ്ട് നമുക്ക് ശരീരത്തെ രോഗങ്ങളാകാം, രോഗിയായിട്ട് മാറാം. ഇന്നിപ്പോൾ ഒരു പെങ്കൊച്ചിനെ ഞാൻ വരുന്ന സമയത്ത് കൊണ്ടുവന്ന ആ പെങ്കൊച്ച് BSc നഴ്സിംഗ് ആന്ധ്രാപ്രദേശ് പഠിക്കുന്നതാണ്. നാട്ടിലേക്ക് വന്നു. ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, വയറ്റിനുള്ളിൽ ഒരു ഓപ്പറേഷൻ, മുഴയൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു, തിരിച്ചു ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനി 6 മാസം എക്സ്ട്രാ കഴിഞ്ഞാലേ പരീക്ഷ ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതിന് കാരണം ആ കോളേജിൻ്റെ നിയമമാണ് 15 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ആ പരീക്ഷ എഴുതാൻ പറ്റില്ല, സപ്ലി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാർച്ചിൽ 4th ഇയർ പരീക്ഷ കഴിയേണ്ട. വെളുത്തരം പഠിച്ചുള്ള കൂട്ടുകാരികളെല്ലാം പരീക്ഷയ്ക്ക് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വെളുത്തുനിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു, അതൊന്നും പറ്റില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി പൊക്കോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വന്നു, ഞാനും പറഞ്ഞു ഞാനും സംസാരിക്കാം. ഞാൻ ഇവർ കത്തോലിക്കർ വല്ല ആണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും, ഇല്ല ചാ ഹിന്ദുക്കളാണ്, കേൾക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാനും ആ പെങ്കൊച്ചിൻ്റെ ആ മാഡത്തിൻ്റെ പ്രിൻസിപ്പളിൻ്റെ നമ്പർ മേടിച്ചു. ഞാനും ഫോൺ ചെയ്ത് സംസാരിച്ചു. സംസാരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കാത്തലിക് പ്രീസ്റ്റാണ്, അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഒരു പരിപാടി നടക്കുകയല്ലോ, ഇവിടുത്തെ നിയമം അതാണ്, 15 ദിവസത്തിൽ കൂടുതൽ അവധി എടുത്താൽ പിന്നെ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഞാൻ പെങ്കൊച്ചിന് വേണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് ചോദിച്ചോളാം. ഞങ്ങളുടെ റൂൾ ഇതാണ്, നിയമം ഇതാണ്. ആ പെങ്കൊച്ചിന് ഇത് പരീക്ഷ എഴുതാൻ പറ്റുകയില്ലെന്ന് അറിഞ്ഞ ദിവസം മുതൽ ഈ പെങ്കൊച്ചിന് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല. പറഞ്ഞാൽ മനസ്സിലായി. 10 ദിവസം കൊണ്ട് ആ പെങ്കൊച്ചിൻ്റെ കോലം പോയി. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് വല്ലാത്ത വിഷമമായിട്ട് അങ്ങോട്ട് ഉള്ളിൽ കിടക്കും. ഇത് വല്ലാത്ത സങ്കടവും വിഷമമായിട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ച് തന്നെ ഈ പെങ്കൊച്ചിന് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റാത്ത അവസ്ഥയായി. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിനേൽക്കുന്ന ചില മുറിവുകൾ, അതിന് സൗഖ്യം കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മളെ ശരീരത്തിൽ രോഗിയാക്കി മാറ്റും. അപ്പം അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമുക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മയ്ക്ക് ഒരു വിടുതൽ കിട്ടിയാൽ സൗഖ്യം കിട്ടാനുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത കലഹങ്ങളുണ്ടെങ്കിൽ, എപ്പോഴും കലഹമാണ്. അപ്പനും അവനോട് ചുമ്മാ മുഖത്തേക്ക് മുഖം നോക്കിയാൽ മതി, അവർ അടിയിലേ പിരിയുള്ളൂ. എപ്പോഴും അടി, എപ്പോഴും ബഹളം, എപ്പോഴും കലഹം, എപ്പോഴും അസമാധാനം തന്നെ, അസ്വസ്ഥത തന്നെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ഒരു വിടുതൽ പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. നിരന്തരമായ രോഗപീഠകൾ കുടുംബത്തിൽ അലയടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിരന്തരമായ രോഗപീഠകൾ, അതായത് ഒരാളുടെ രോഗം കഴിയും അടുത്ത ആൾക്ക് രോഗം, അടുത്ത ആളുടെ രോഗം, വീണ്ടും എപ്പോഴും രോഗം കുടുംബത്തിൽ, എപ്പോഴും രോഗാവസ്ഥ, ഒരു രോഗത്തിൻ്റെ ഒരു അന്തരീക്ഷം. എന്നിട്ട് പറയുന്നത് വെച്ചാൽ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാവർക്കും രോഗാച്ച, എപ്പോഴും രോഗമെന്ന് പറയും. വിടുതൽ ആവശ്യമുള്ള ഒരു അവസ്ഥയാണ്, ഒരു അന്തരീക്ഷമാണ് ആ കടന്നു പോകുന്നത്. പിന്നെ എന്ത് ചെയ്താലും തടസ്സം, എന്ത് ചെയ്താലും എവിടെ തൊട്ടാലും തടസ്സം നേരിടുന്ന അവസ്ഥകൾ, അതിൻ്റെ പിന്നിൽ ഒരു വിടുതൽ ആവശ്യമുണ്ട്. ചിലപ്പോൾ പാപം മൂലം പ്രവേശിച്ച തിന്മയാകാം. എന്തായാലും ഒരു വിടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഒന്നാണ് സാമ്പത്തികമായിട്ട് ഒരു വിധത്തിലും ഉയരാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്താലും മാസാവസാനം വരുമ്പോൾ നമ്മൾ പറയല്ലേ, ഈ വരവിനേക്കാളും കൂടുതൽ ചിലവായിരിക്കും, ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. അങ്ങനത്തെ അവസ്ഥകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു വിഷയമാണെന്ന് അറിയണം. ഹല്ലേലൂയ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിലേക്ക് തിരിഞ്ഞിട്ട്, ഇങ്ങനെ അടിക്കടി അനർത്ഥങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കണം, ഇത് എൻ്റെ പാപം കൊണ്ടാണോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. പാപം കൊണ്ടാണോ എന്ന് ആദ്യം ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ദൈവം അനുവദിച്ചതാണെങ്കിൽ സ്വീകരിക്കാവൂ.